ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ മോളുടെ അടുത്തേക്കില്ല. എന്താന്ന് വെച്ചാ താൻ തന്നെ നോക്കിയാ മതി. എന്നിട്ട് പതുക്കെ പതുക്കെ. ആ, ഞാൻ പറഞ്ഞോളാം. അവളുടെ മനസ്സിൽ നിന്ന് ഇതൊക്കെ മാറുന്നേ. വിപിനെ അവൾ അംഗീകരിക്കും, അച്ഛാന്ന് വിളിക്കുകയും ചെയ്യും. മനുവിന്റെ അടുത്തേക്ക് ജീവൻ കരുതി കൂട്ടി ചെല്ലുകയായിരുന്നു. അല്ല, മനുവിന് പ്രശ്നമായിട്ടുണ്ടാവൂല്ലേ? മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ ഇടയിൽ സ്വന്തം ഭാര്യയുടെ ആങ്ങള, അതും ഇത്തരം ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. മനു അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മനുവിനോട് ജീവൻ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്ത്? ഇന്നെങ്കിലും ഒരിക്കൽ അവൻ പുറത്തു വരും. ഒരു ദിവസത്തെ പരോളിനെങ്കിലും പുറത്തിറങ്ങിയാൽ എല്ലാവരെയും കൊല്ലുമെന്ന്. ജയിലിൽ കിടക്കുന്ന അവൻ ഇതൊക്കെയാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. കേട്ടപ്പോ മുതല് എനിക്കെന്തോ ഒരു പേടി. അത് തന്നെയാണല്ലോ അവ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും മനസ്സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചു തരാമെന്ന്. ആന്റി, ഇതൊക്കെ അവൻ ചുമ്മാ പറയുന്നതല്ലേ. ഈ ജയിലിൽ അകപ്പെട്ട് പോയതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാ. നമ്മളതിനെ അങ്ങനെ മനസ്സിലാക്കിയ പോരെ. മനുവിനോട് പറഞ്ഞ കൃത്യമായിട്ട് നമ്മളോട് വന്ന് പറയുമെന്നറിയാം. ആ, ഇപ്പതേ അമ്മ അത് കേട്ട് പേടിച്ചു. അതിന്റെ അർത്ഥം ജീവൻ ജയിച്ചു എന്നല്ലേ? അല്പമൊക്കെ ധൈര്യം കാണിക്കാൻ അമ്മയെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒരിക്കലും ഞാൻ കണക്ക് കൂട്ടിയതുപോലെ ആയിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തല്ല അവൻ അടിക്കുന്നത്. അവന് ആരൊക്കെയോ കൂട്ടുകാരുണ്ട്. അതില് ആരൊക്കെ ഇപ്പോ അവൻ ചെയ്ത കുറ്റത്തെ അനുകൂലിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂട. പക്ഷേ ഹരി പുറത്തിറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണം. അത് ആത്മഹത്യാപരമായൊരു കാര്യമാണ് ആന്റി. എന്റെ ഭാഗത്തു നിന്ന് അതെന്തായാലും ഉണ്ടാവില്ല. വരുന്നതൊക്കെ വരട്ടെ. ജയിലിൽ കിടക്കുന്നത് ദാവൂദ് ഇബ്രാഹിം ഒന്നുമല്ലല്ലോ. അനുയായികളെ ഇറങ്ങി പകരം വീട്ടാൻ. ഇത് ജീവനല്ലേ, വിട്ടുകളയ. ഒരാള് പേടിപ്പിക്കുന്നത് കേട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട. ജീവൻ മാത്രല്ല, ജീവന് കൂട്ടുകാരുണ്ടെങ്കിൽ അവരും വരട്ടെ അമ്മേ. നമ്മൾ ഇതുവരെ കണ്ടതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. നാളെ കോടതിയിൽ എന്നെ വിസ്തരിക്കല്ലേ. അമ്മയുടെ ഈ പേടിക്ക് കൂടി ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട്.